Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025 JEE മെയിൻസിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ സിറ്റിയും എക്സാമിനേഷൻ ഡേറ്റും കാൻഡിഡേറ്റ്സിന് അറിയാനുള്ള അവസരം NDA അനൗൺസ് ചെയ്തിരിക്കുന്നു. NDAയുടെ വെബ്സൈറ്റായ jemains.nda.nic.in എന്ന വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവരവരുടേതായ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അവരുടെ എക്സാം സിറ്റിയും എക്സാമിനേഷൻ ഡേറ്റും ഡൗൺലോഡ് ചെയ്യാം. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഈ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എവിടെയായിരിക്കും എഴുതേണ്ടി വരിക, ഏത് ഡേറ്റിലായിരിക്കും എക്സാമിനേഷൻ എഴുതേണ്ടി വരിക എന്ന് കൃത്യമായി അവർക്ക് അറിയാൻ സാധിക്കും. ഇതൊരിക്കലും ഹോൾ ടിക്കറ്റ് അല്ല. ഹോൾ ടിക്കറ്റ് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. നമുക്കറിയാം, ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നേരത്തെ കഴിഞ്ഞു, അതിൻ്റെ പെർസെൻറ്റേജ് സ്കോറും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ഫേസ് എക്സാമിനേഷനാണ് എക്സാമിനേഷൻ സിറ്റിയും ഡേറ്റും അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ എക്സാമിനേഷൻ April 2 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ഓൺലൈനായി എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ April 2, 3, 4 ആൻഡ് 7 ഈ ദിവസങ്ങളിൽ ബിടെക്കിൻ്റെയും ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെയും രണ്ടിനുമുള്ള എക്സാമിനേഷൻ മോർണിംഗ് സെക്ഷനും ആഫ്റ്റർനൂൺ സെക്ഷനും 2 സെക്ഷനിലും എക്സാമിനേഷൻ ഉണ്ട്. 8 തീയതി April 8 ആഫ്റ്റർനൂൺ സെക്ഷൻ മാത്രമാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ 8 തീയതിയും ബിടെക്കിനും ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് 8 തീയതിയും എക്സാമിനേഷൻ ഉള്ളത്. ഇനി 9th എക്സാമിനേഷൻ, April 9 എക്സാമിനേഷൻ ബി പ്ലാനിങ്ങിലും ബി ആർക്കിടെക്റ്റിനും ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് April 9 എക്സാമിനേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. JEE മെയിൻസ് എക്സാമിനേഷൻ 2 ഫേസിൽ, ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നേരത്തെ കഴിഞ്ഞു, ഈ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് സ്കോർ മാത്രമാണ് ആദ്യം NDA അനൗൺസ് ചെയ്യുന്നത്. അതിനുശേഷം April 17 ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും രണ്ടിൻ്റെയും കൂടെ മാർക്ക് കൺസിഡർ ചെയ്തിട്ട് ഏത് മാർക്കാണോ ഒരു കാൻഡിഡേറ്റിന് കൂടുതലായിട്ട് ലഭിച്ചിരിക്കുന്നത് അതായിരിക്കും റാങ്കിങ്ങിന് കൺസിഡർ ചെയ്യുക. ആ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾ ഇന്ത്യ റാങ്ക് April 17 പബ്ലിഷ് ചെയ്യുക. ഈ JEE മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് April 17 പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ റാങ്കിനെ ബേസ് ചെയ്ത് 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, JEE മെയിൻസിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യ മുഴുവനുള്ള NITകളിൽ ഒരു കാൻഡിഡേറ്റിന് അഡ്മിഷൻ ലഭിക്കുക. ഇനി രണ്ടാമതായിട്ട് ഈ JEE മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 2.5 ലക്ഷത്തിനുള്ളിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ്, 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും JEE അഡ്വാൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ JEE അഡ്വാൻസ് എക്സാമിനേഷന് സെലക്ട് ചെയ്യപ്പെടാനും JEE മെയിൻസ് വഴി NITകളിൽ അഡ്മിഷൻ ലഭിക്കാനും, JEE അഡ്വാൻസ് എന്ന് പറയുന്നത് നമുക്ക് IITകളിലും IISTകളിലും ഒക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എക്സാമിനേഷനാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ. JEE മെയിൻസ് വഴി നമുക്ക് മെയിൻസ് അഡ്വാൻസ് എഴുതാനുള്ള എലിജിബിലിറ്റി ലഭിക്കുന്നതിനോടൊപ്പം NITകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഈ JEE മെയിൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2025 JEE മെയിൻസിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ April 2 മുതൽ 9 വരെ നടക്കുമ്പോൾ ഈ വർഷത്തെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും എക്സാം സിറ്റിയും ഡേറ്റും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രിപ്പറേഷൻ കൃത്യമായി മുന്നോട്ട് പോവുക. ഏറ്റവും നന്നായി പഠിച്ച് ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷനിലൂടെ എഞ്ചിനീയറിംഗ് മേഖലയെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിലേക്ക് ഒരു അഡ്മിഷൻ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി എപ്പോഴും കൂടെയുണ്ട്. പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.